ഇത് മാസം മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്തൊക്കെ പറഞ്ഞത് ജനറൽ സർവീസ്, ബ്രേക്ക് ചെക്കപ്പ്, അതായത് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അത് ചെക്കപ്പ് ഉള്ളിയെ പറഞ്ഞാൽ പിന്നെ വാട്ടർ സർവീസ് ചെയ്യണം, സീറ്റ് ചെക്കപ്പ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് ചെറിയൊരു റേസിങ് കാണിക്കുന്നുണ്ട്. കാരണം കേബിൾ ലോഡായി കിടക്കുകയാണ്. അത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓവർ റേസിംഗ് ആയിട്ട് നമ്മൾ ഇടയ്ക്ക് വീണ്ടും കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി, ബ്രേക്കൊക്കെ കുറവുണ്ടായിരുന്നു. ഞാൻ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിനെ നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ഈ ലൈൻഡറിനെ ഇട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്, അതിൻ്റെ ബെയറിങ്ങിൻ്റെ പിളയൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറും നല്ല ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല കേട്ടോ, പുത്തൻ ടയറാണ്. അതേപോലെ തന്നെ ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. കമ്പനി എയർ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് നമുക്ക് അതിനകത്ത് ബെൽറ്റിൻ്റെ കണ്ടീഷനോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനോ, അതേപോലെ വേരിയേറ്റർ ബോഡി, ബെൻഡെക്സ് യൂണിറ്റൊക്കെ ഉണ്ട്. അതേപോലെ ഓയിൽ ലീക്കിൻ്റെ കേസ് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അയച്ചത് കേട്ടോ. നിലവിൽ വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. അതിനകത്ത് ഈ ഒരു ഓയിൽ സീൽ ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്രാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ. അപ്പോൾ അത് വേണമെങ്കിൽ കൈയോടെ നമുക്കത് മാറ്റിയിടാം. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റും കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് യൂസ് ചെയ്തത്, പുതിയ ബെൽറ്റാണ് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴും വർക്കിംഗ് ഓക്കെയാണ്. അതേപോലെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റ് ഓക്കെയാണ്. അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട കിക്കറൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിടാം. ഈ ക്രാങ്കിൻ്റെ ഒരു ഓയിൽ സീൽ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം, ബാക്കിയൊന്നും ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്കുള്ളത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്, ചെറിയൊരു ലീക്കേജ് ഉണ്ട് ഫ്രണ്ടിൽ കേട്ടോ. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്, അതുകൂടി കൂട്ടത്തേക്ക് നമുക്കൊന്ന് അഴിച്ച് മാറ്റിയിടണമെന്നായിരിക്കും. പിന്നെ ചോക്ക് കേബിളൊക്കെ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി ലോഡായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്, ചെറിയൊരു റേസിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ ആക്സിലേറ്റർ കേബിൾ മാറ്റി കളയുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ജനറൽ സർവീസിന് പുറമെ വന്ന് വർക്കണം ഈ ആക്സിലേറ്റർ കേബിൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയും കൂടി അയക്കണം കേട്ടോ. ആ കവറും കൂടെ ഒക്കെ അയച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം, വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അതിനകത്ത് നമുക്ക് ഈ ഗ്രീൻ ബുഷ് അത്യാവശ്യം ഓവലായി പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്തു, ടയറൊക്കെ ഓക്കെയാണ്, പുതിയ ടയർ കിടക്കുന്നത്, ബെയറിങ്ങിൻ്റെ വേറെ കംപ്ലയിൻ്റ് ഒന്നും ചേട്ടാ. പിന്നെ ഫ്രണ്ട് മൺകാട് പൊട്ടിയിട്ടുണ്ട്, മൺകാട് പൊട്ടിയത് ഫൈബറാണ് അതിൻ്റെ മെറ്റീരിയൽ. ഈ സൈഡൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം പൊട്ടിയിട്ട് ഇവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാണ്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നും ഈ ബോൾട്ട് ചെയ്യണ മെയിൻ ഭാഗം അവിടെയും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ പൊട്ടി നല്ലൊരു ഗ്യാപ്പ് വന്നിട്ട് ചെടി മൊത്തം അടിച്ചിറങ്ങി കാണും. അപ്പോൾ അത് നോക്കിയിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ റിബേറ്റ് ചെയ്തിടാം. അപ്പോൾ ഞാൻ അത് ബോൾട്ട് അഴിച്ചിട്ടൊരു ക്ലാമ്പ് ഇട്ട് നമ്മൾ ബലപ്പെടുത്തി നിർത്താം. പിന്നീട് വീണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റിക്കളയാനേ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് റിബേറ്റ് ചെയ്ത് നിർത്താം കേട്ടോ. നോക്കിയിട്ട് കൂട്ടത്തിലൂടെ അങ്ങനെ ചെയ്യാം. പിന്നീട് ഇപ്പോൾ മൺകാടൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കളറാകുമ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കിട്ടാറൊക്കെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ഈ തവണ നമുക്ക് റിബേറ്റ് ചെയ്തിടാം. നെക്സ്റ്റ് ടൈം അടുത്ത സർവീസിൽ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. പിന്നെ അതേപോലെ നമ്മൾ ഈ ഭാഗത്തേക്കുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയിരുന്നു, നല്ല ഓയിലാണ് കേട്ടോ, നല്ല ഓയിൽ കുഴപ്പമൊന്നുമില്ല. പൊട്ടിക്ക് ലെവൽ ഓവറുണ്ട്, അതൊന്ന് ടോപ്പ് ചെയ്തിടാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്തുകൊണ്ട് 2024 മോഡൽ ബോഷിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കും, 13.7 വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുകയാണ്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.42 റേഞ്ച് വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ കണ്ടീഷനിൽ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ഒന്ന് ഗ്രീൻ ബുഷ് ഉൾപ്പെടുത്തുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ മൺകാട് റിബേറ്റിങ് ചെയ്യുന്നത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് മാറ്റുന്ന ആക്സിലേറ്റർ കേബിളിൻ്റെയും അതിനൊരു സർവീസ് ചാർജ് അഡീഷണൽ വരും. കാരണം അത് ജനറൽ സർവീസിൽ വന്നല്ല, പുറമെ വർക്കാണ്, അതിൻ്റെ കൂടി ഉൾപ്പെടുത്താം. ക്ലച്ചിൽ വരുമ്പോൾ അത് ഈ ഒരു ഓയിൽ സീൽ മാറ്റാനുണ്ട്, അതും അതേപോലെ തന്നെ വാട്ടർ സർവീസ്, ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.